ഫോണിൽ കൂടെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഈ വീഡിയോ കണ്ടത്. കഴിഞ്ഞ ഏതോ ഒരു ദിവസം ഞാൻ എടുത്തതാണ്. പക്ഷേ അത് എഡിറ്റ് ചെയ്ത് ഇടാനൊരു മടി കൊണ്ട് ഞാൻ മാറ്റി വെച്ചിരുന്നതാണ്. എന്നാൽ പിന്നെ കണ്ടപ്പോൾ എങ്ങനെയാണ് വെറുതെ വിടുന്നത്. തക്കു എന്നെ ഈ ചെയ്യുന്നറിയാമോ? ഞങ്ങൾ വൈകുന്നേരം നടക്കാൻ വേണ്ടി വെളിയിലോട്ട് ഇറങ്ങിയതാണേ. അന്നേരം ഞങ്ങളുടെ മാമൻ ടൗണിൽ നിന്ന് ബൈക്കിൽ വരുമായിരുന്നു. എന്നിട്ട് തക്കുവിൻ്റെ അടുത്ത് പറഞ്ഞു മുട്ടായി മേടിച്ചോ എന്ന് പറഞ്ഞിട്ടൊരു 50 രൂപ കൊടുത്തു. പുള്ളിക്കാരി അത് പോക്കറ്റാണെന്ന് പറഞ്ഞ് എടുത്ത് വെക്കുന്ന രംഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇപ്പം എന്നാ പേപ്പർ കിട്ടിയാലും പോക്കറ്റാണെന്ന് പറഞ്ഞ് അങ്ങോട്ടെടുത്ത് വെക്കലാണ് പരിപാടി. ഇതൊക്കെ എവിടുന്ന് പഠിച്ചോ എന്തോ. വേറൊരു സംഭവമുണ്ട്, അതങ്ങനെ അതിനകത്തെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കും നെഞ്ചത്ത്, തറയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു ചാച്ചൻ ഇങ്ങനെ പോക്കറ്റിൽ പൈസയൊക്കെ വെക്കുന്ന കണ്ടിട്ട് പുള്ളിക്കാരി കണ്ടു പഠിച്ചതാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്നായാലും അത് കാണാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ എല്ലാം പുള്ളിക്കാരിക്ക് തന്നെ എടുത്ത് വെക്കണമെന്ന് നിർബന്ധമുണ്ട്. പൈസ കണ്ട് അന്നേരം പോക്കറ്റിലെടുത്ത് വെക്കണം. അത് ആരുടെ പോക്കറ്റാണെന്നൊന്നുമില്ല, ഏതെങ്കിലും ഒരു പോക്കറ്റ് വെക്കണം, അത്ര തന്നെ. ഇനിയിപ്പോൾ പോക്കറ്റിൽ വെക്കാൻ പറ്റിയില്ലെങ്കിൽ അത് പിന്നെ ദേഷ്യമാണ്. ഇപ്പോൾ പിന്നെ പുതിയ പുതിയ കുറേ കാര്യങ്ങൾ തക്കു പഠിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ എടുക്കണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുക്കുവാണെങ്കിൽ നമ്മളത് കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ പുള്ളിക്കാരി കണ്ണ് പൊത്തി നിൽക്കും. പുള്ളിക്കാരിയുടെ വിചാരം കണ്ണ് പൊത്തി നിന്നാൽ നമ്മൾ കാണത്തില്ലെന്നായിരിക്കും. എന്തായാലും അതൊക്കെ കാണാൻ നല്ല രസമാണ്. ഞാൻ എന്തെങ്കിലും ഒന്ന് നോ പറഞ്ഞാൽ പുള്ളിക്കാരി എന്നെ നോക്കിക്കൊണ്ട് അത് തന്നെ ചെയ്യും. പക്ഷേ അച്ചാച്ചൻ എന്തെങ്കിലും നോ എന്ന് പറഞ്ഞാൽ പിന്നെ കണ്ണിൽ നിന്നൊക്കെ മുത്ത് പൊഴിയുന്ന പോലെ കണ്ണുനീര് വീഴുന്നത്. അതെന്നെ അങ്ങനെയെന്ന് എനിക്ക് അറിയത്തില്ല. എന്നായാലും കൊള്ളാം, നല്ല രസമാണ് അതൊക്കെ കാണാൻ. ഇപ്പോഴും പുള്ളിക്കാരി പൈസ വെച്ച് കഴിഞ്ഞില്ല. പൈസ വെക്കുന്നു എടുക്കുന്നു, പിന്നെയും വെക്കുന്നു എടുക്കുന്നു, പിന്നെയും വെക്കുന്നു എടുക്കുന്നു, ഇതൊക്കെ തന്നെ പരിപാടി. അത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ നടക്കണമെന്നുള്ളൊരു മനസ്സായി. ഇതേ ഞങ്ങളുടെ ഇടയിൽ കൂടെ നടക്കുക. ഈ നടക്കാൻ നേരം കൈ കൊണ്ടിങ്ങനെ വരും. അന്നേരം നമ്മൾ വിരൽ വെച്ച് കൊടുക്കണം. പിന്നെ വിരലിൽ തൂങ്ങി പിടിച്ച് ഇങ്ങനെ അങ്ങ് നടന്നോളും, ഒരു പ്രശ്നവുമില്ല. പക്ഷേ 2 കൈയിലും പിടിക്കണമെന്ന് മാത്രം. അങ്ങനെ സാധനമൊക്കെ മേടിച്ചു. ഞങ്ങളിതേ തിരിച്ച് വീട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ചാച്ച തന്നെ ഫോണിൽ എന്തൊക്കെയോ കാണിക്കുന്നൊക്കെയോ ഉണ്ട് കേട്ടോ. പിന്നെ തക്കുവിന് യാത്ര പോകാൻ നടക്കാൻ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എവിടെ പോയാലും ചാടി ഫ്രണ്ടിൽ ഇറങ്ങും. ഇതേ ഇങ്ങനെയൊക്കെ ഇരിക്കാൻ ഒരു പേടിയുള്ള പുള്ളിക്കാരിക്ക്. തലയിലൊക്കെ പിടിക്കാതെ ഇങ്ങനെ ഇരുന്നോളും. അതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. പുള്ളിക്കാരിക്ക് അതൊന്നും ഒരു പേടിയില്ല. ഈ പപ്പയുടെ കയ്യിലിരിക്കുന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.